അറിയാ സംഭവം അടിപൊളിയാ. നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റാണ്. നമ്മളെ സ്വന്തം പറമ്പിൽ നിന്ന് ഒക്കെ പൊട്ടിച്ച് നമ്മളെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്ത ചോക്ലേറ്റ്. ഭയങ്കര ടേസ്റ്റാണ്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ല മിൽക്കി ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ് പോണത്. അപ്പം നമുക്ക് മിൽക്കി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നമ്മളെ വീട്ടുവളപ്പിലുണ്ടായ കൊക്കോപ്പഴം അത് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കൊക്കോൻ്റെ മരം, ഞാനൊരു തെങ്ങ് കയറ്റ തൊഴിലാളിയാണ്. ഒരു വീട്ടിൽ തെങ്ങ് കയറാൻ പോയപ്പോൾ അവിടെ ഒരുപാട് കൊക്കോ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല പഴുത്ത ഒരു കൊക്കുവ എനിക്ക് തന്നു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ വിത്ത് പാകി വലിയ മരമായി അതിന്മേൽ കൊക്കോ നല്ല രീതിയിൽ ഉണ്ടായി. അപ്പോൾ ആ കൊക്കോ കൊണ്ടാണ് ഞാനിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോണത്, നല്ല മിൽക്കി ചോക്ലേറ്റ്. ഇതിന് മുന്നേ കുറച്ച് പൊട്ടിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ഇതും എല്ലാം കൂടി നമുക്ക് നല്ല മിൽക്കി ചോക്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇത് പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം പൊട്ടിച്ച് വെച്ചപ്പോൾ നല്ല രീതിയിൽ പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 10-12 കൊക്കുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ പൾപ്പെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം എന്തിലെങ്കിലും എടുത്ത് വെച്ചാൽ ഇത് ഒരു പുളിച്ച് വരും. പുളിച്ച് വന്നതിന് ശേഷം നമുക്കിത് വെയിലത്തിട്ടിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. അപ്പോൾ 2-3 ദിവസം നമ്മൾ എടുത്ത് വെക്കുകയാണ്. എടുത്ത് വെച്ചതിന് ശേഷം ഇതേമാതിരി നല്ല പുളിച്ച് വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ വെയിലത്തിട്ട് നമുക്ക് ഉണക്കിയെടുക്കുക. നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഇത് വെയിലത്തിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് 2-3 ദിവസം വെയിൽ കൊണ്ട് നല്ലപോലെ ഉണങ്ങണം. 3-4 ദിവസം നമുക്ക് വെയിൽ കൊള്ളിച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം. ഇപ്പോൾ 2ാമത്തെ ദിവസം. ഇനി നമുക്ക് ഇത് ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇതേമാതിരി നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. ഇപ്പം നല്ല ഉണക്കം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യാനുള്ളത്, ഇതൊരു ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ കൊക്കോ കുരു എല്ലാം നല്ല രീതിയിൽ കടല വറുത്തെടുക്കുന്നത് പോലെ നല്ല വറുത്തെടുക്കണം. നല്ല വേവ് വേണം, എന്നാലേ നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ഇത് അരച്ചിട്ട്. അപ്പോൾ അതിന് നല്ല മൂപ്പ് വേണം. വേവ് കുറഞ്ഞാൽ ഇത് ശരിക്ക് ഓയിൽ കൺസിസ്റ്റൻറ്റി വരില്ല. അപ്പോൾ ഇതേമാതിരി നല്ല രീതിയിൽ കടല വറുത്തെടുക്കുന്നത് പോലെ നല്ല രീതിയിൽ വറുത്തെടുക്കണം. ഇനി നമ്മൾ ഇതിപ്പോൾ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പരിപ്പ് മാത്രം എടുക്കണം. ഇതിങ്ങനെ തൊലിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിപ്പ് ഇങ്ങോട്ട് നമുക്ക് കിട്ടും. ബാക്കി തൊലി
ഒഴിവാക്കാം. അപ്പോൾ എല്ലാ പരിപ്പും നമ്മളെടുത്ത് വരികയാണ്. ഇതേമാതിരി പരിപ്പെടുക്കുക. അപ്പോൾ എല്ലാം തൊലിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് ക്ലിയറാക്കണം. നല്ല രീതിയിൽ മൂപ്പത്തണം. എന്നാലേ അത് അരച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ. ഇതേമാതിരി നല്ല രീതിയിൽ അത് വേവ് എത്തിയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ അതിൻ്റെ പരിപ്പെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ആദ്യം മിക്സിയിൽ കറക്കി കഴിഞ്ഞാൽ പൗഡർ പരുവത്തിലാണ് ആവുക. ചില ആളുകൾ വിചാരിക്കും ഇത് പൗഡറാണെന്ന്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പാല് 2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ പാല് നമുക്ക് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത പ്രോസസ്സിങ് നമ്മളെ കൊക്കോ അരച്ചെടുക്കലാണ്. അപ്പോൾ കൊക്കോ നമ്മൾ ആദ്യം ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ അത് പൗഡർ രൂപത്തിലാണ് ആയി വരിക. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഓയിൽ മാതിരി ആവാത്തതെന്ന് തോന്നിപ്പോവും. അപ്പം നമ്മൾ ആദ്യം ഇതേമാതിരി കറക്കി കഴിഞ്ഞാൽ പൗഡർ രൂപത്തിൽ വരും. ഇപ്പോൾ ഇതേമാതിരി പൗഡറായി വരും. നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ തന്നെ ആവുള്ളൂന്ന്. ഇത് വീണ്ടും മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റം മാറിയിട്ട് ഇതേമാതിരി ചൂടായി കഴിഞ്ഞാൽ കട്ട പിടിച്ച മാതിരി വരും. അത് വീണ്ടും നമ്മളൊന്നും കൂടി കറക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചൂടാവുമ്പോൾ അതിൽ നിന്ന് എണ്ണ കിനിഞ്ഞ് വരും. ഒന്നും കൂടി നമ്മൾ കറക്കി കഴിഞ്ഞാൽ അത് പൂർണ്ണ രൂപത്തിലെത്തും. ഇതേമാതിരി ഓയിൽ കൺസിസ്റ്റൻസിയിലെത്തും. ഇതേ രൂപത്തിലാക്കി എടുക്കണം നമ്മൾ. ഈ സിസ്റ്റത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് പാല് നല്ലോണം വറ്റിച്ചെടുക്കണം. നല്ല രീതിയിൽ അതിനെ വറ്റിച്ചെടുക്കണം. നല്ല രീതിയിൽ കുറുകി വന്നതിന് ശേഷമേ നമ്മൾ പഞ്ചസാര ഇടാൻ പാടുള്ളൂ. അപ്പോൾ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് നല്ലോണം കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുക. ഇപ്പം നല്ല കണ്ടോ, ഇതിൽ നിന്ന് ഇറങ്ങി വന്ന ഓയിലാണ്. ഇതിലൊരു ഓയിലുണ്ട്. പിന്നെ 1/2 കിലോ പഞ്ചസാരയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നല്ല പാല് കുറുകി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കിലോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക. ഈ കുറുകി വന്ന പഞ്ചസാരയിലേക്കാണ് നമ്മൾ അടുത്തത് നമ്മളെ കൊക്കോ അരച്ച് വെച്ചത് ചേർക്കുക. അപ്പോൾ നമുക്ക് ആ കൊക്കോ നമുക്ക് ചേർത്താം. ഇതേമാതിരി നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും. കൊക്കോ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഇതിൻ്റെ യഥാർത്ഥ ഓയിൽ എടുത്ത് കളഞ്ഞിട്ടാണ് നമുക്ക് ആ കൊക്കോ ചോക്ലേറ്റൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ ഇനി അതിനെ കുറുക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം കുറുക്കിയെടുക്കുക. ഇത്
കുറച്ച് ദിവസത്തെ പ്രോസസ്സിംഗ് ആണ്. നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലൊന്നും നടക്കൂല. അപ്പോൾ കുറച്ച് ദിവസത്തെ മെനക്കെടുണ്ട്. ഇത് ഉണക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള അച്ചിയിലോ പ്ലേറ്റിലേക്കോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ആക്കി അതൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഏതാണോ നല്ല മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മോൾഡിലൊക്കെ ഒഴിച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. നമ്മളിതൊക്കെ ഇതേമാതിരി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐസ് ക്യൂബാണ്, അതിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല മിൽക്കി ചോക്ലേറ്റ്, അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്കി ചോക്ലേറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രീസറിലൊക്കെ വെച്ച് ഇപ്പോൾ ഏകദേശം അധികം തണുത്തിട്ടൊന്നുമില്ല. നല്ല തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടായിട്ട് വരും, കല്ലും കഷ്ണം മാതിരി ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. അത് ശരിക്കും കട്ടായിട്ടില്ല. എന്നാലും നമുക്കിതൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. അതാ ഇതൊന്ന് കുറച്ച് നേരം കൂടി ഫ്രീസറിലൊക്കെ വെച്ചാൽ നല്ല കട്ട കല്ല് മാതിരി ഇരിക്കും. കുറച്ച് നേരം വെച്ചപ്പോൾ തന്നെ എങ്ങനെയുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ മകനുണ്ട്, അവനൊക്കെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. മോനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ആയിക്കണം. ടേസ്റ്റ് ഉണ്ടോ? സാധാ ചോക്ലേറ്റ് നിന്ന മാതിരി ടേസ്റ്റ് ഉണ്ടോ? അറിയാം, സംഭവം അടിപൊളിയാ. നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റാണ്. നമ്മളെ സ്വന്തം പറമ്പിൽ നിന്ന് ഒക്കെ പൊട്ടിച്ച് നമ്മളെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്ത ചോക്ലേറ്റ്. ഭയങ്കര ടേസ്റ്റാണ്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാവരും വീട്ടിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.